Let's dive into the fascinating world of physics with Dr. Sina G. Good morning all. Welcome to lectures by Dr. Dusty. In today's class, we are going to discuss about relative velocity. ഈ റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറഞ്ഞ സാധനം നമ്മുടെ ലൈഫിൽ നമ്മൾ പല പ്രാവശ്യം എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ അതൊരിക്കലും നമ്മൾ വെലോസിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടില്ലെന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്താന്ന് നോക്കാം. അതിന് മുന്നേ ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. അതായത് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം മംഗലാപുരം വരെ പോകാമെന്ന് വെച്ചു. നമ്മൾ വന്ദേ ഭാരതിൽ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സോ ആ സമയത്ത് അങ്ങോട്ട് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുമ്പം അവിടുന്ന് ഇങ്ങോട്ട് ഈ ഒരു ഡയറക്ഷനിൽ ഒരു പാസഞ്ചർ വരികയാണ്. ആശാ വളരെ കുടുങ്ങിയാണ് വരുന്നത് പാസഞ്ചർ. ഓക്കെ, സോ എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പം നമ്മളിത് ക്രോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ പാസഞ്ചറിനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ആ പാസഞ്ചറിന്റെ സ്പീഡ് ഭയങ്കര സ്പീഡായിട്ട് തോന്നും. ഇപ്പം എന്താണ് ആ പാസഞ്ചർ അത്ര സ്പീഡിൽ പോകുന്നത്? ഓക്കെ, അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നത് അറിയോ? നമ്മളുടെ സ്പീഡും ട്രെയിനിന്റെ സ്പീഡും ആ പാസഞ്ചറിന്റെ സ്പീഡും ആഡ് ചെയ്യുക ചെയ്യുന്നത്. ഓക്കെ, അതാണ് റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറഞ്ഞ കൺസെപ്റ്റ്. അതേപോലെ ഇത് ഒരേ ഡയറക്ഷനിലാണ് പോകുന്നതെങ്കിൽ വെലോസിറ്റി സബ്സ്ട്രാക്ട് ചെയ്തും വരും. അപ്പൊ ആ ഒരു കാര്യം എങ്ങനെയാണ് വരുന്നതെന്ന് ആദ്യം നമുക്ക് ഇക്വേഷൻ വെച്ചൊന്ന് നോക്കാം. ഓക്കെ, കൺസിഡർ two objects 1 and 2 moving along the same direction with constant velocities v1 and v2. So നമുക്ക് രണ്ട് ഒബ്ജക്റ്റ് കൺസിഡർ ചെയ്യാം. Let this will be the object 1 which is moving with velocity v1 and this is the second object 2 velocity 2 moving with velocity v2. സോ ഇവിടെ ഇപ്പൊ രണ്ട് ഒബ്ജക്റ്റ് വൺ ഡയമെൻഷണൽ മോഷൻ ആണ്, പോസിറ്റീവ് എക്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്യാണ്. ഓക്കെ, സോ ടൈം t is equal to 0, the position of the first object will be x1 of 0 and position of the second object will be x2 of 0. അതായത് എക്സ് എന്ന് പറയുന്നത് പൊസിഷനെ മാർക്ക് ചെയ്യാനാ, 1ഉം 2ഉം ഏത് ഒബ്ജക്റ്റ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ ടൈം 0 എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ബ്രാക്കറ്റിൽ നമ്മൾ 0 കൊടുത്തേക്കുന്നത്. Okay, and at time t is equal to t il x1 of x1 the position of x1 is x1 of t and that of x2 is x2 of t. Okay, these are the two positions of the object 1 and 2 at time t is equal to 0 and at time t is equal to t. Okay, now we are going to find the position of the first object after time t. അത് കാണാൻ വേണ്ടി ഇതിൽ നമ്മൾ x1 ഓഫ് ടി എന്ന് പറയുന്ന പൊസിഷൻ എന്ന് പറയുന്നത് ഓൾറെഡി ഉള്ള പൊസിഷന്റെ കൂടെ അത് എന്തോരം ഡിസ്പ്ലേസ്മെന്റ് വന്നു നോക്കും. ഡിസ്പ്ലേസ്മെന്റ് മീൻസ് വെലോസിറ്റി ഇൻറ്റു ടൈം. സോ ഫസ്റ്റ് കേസിലെ വെലോസിറ്റി v1 ഇൻറ്റു ടി. ഓക്കെ, അതുപോലെ സെക്കൻഡ് ഇസ് x2 ഓഫ് ടി ഈസ് ഈക്വൽ ടു x2 ഓഫ് 0 പ്ലസ് v2 ഇൻറ്റു ടി. ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 1, ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 2. Now we are going to subtract equation number 1 from equation number 2. That is 2ൽ നിന്ന് 1 ആണ് കുറയ്ക്കുന്നത്. അപ്പൊ എന്താ കിട്ടുന്നത് നമുക്ക് നോക്കാം. എഴുതുവാണ് x2 of t minus x1 of t is equal to x2 of 0 minus x1 of 0 then v2 t minus v1 t. Okay, ഇതാണ് നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ. അപ്പൊ ഇതിനകത്ത് ഞാൻ കുറച്ച് റീഅറേഞ്ച് ചെയ്യാണ്. അതായത് ഞാൻ ഇത് ഈ v1 v2 ആണ് നിർത്തി, ബാക്കി എല്ലാം ഇപ്പുറത്ത് കൊണ്ടിട്ടാണ്. സോ x2 ഓഫ് ടി മൈനസ് x2നെ ഞാൻ ഒരുമിച്ച് എഴുതുക. x2 ഓഫ് 0 ഒരു ബ്രാക്കറ്റ് ഒക്കെ കൊടുത്തു, മൈനസ് കോമൺ ആയിട്ട് എടുത്തു കേട്ടോ. സോ x1 ഓഫ് ടി ഇവിടുന്ന് ഇപ്പുറത്തോട്ട് വരുമ്പം x1 ഓഫ് 0 ഇത് മൈനസ് ഇപ്പുറത്ത് വരുമ്പോൾ പ്ലസ് ആകും. പക്ഷെ ഇവിടെ ഞാൻ മൈനസ് ബ്രാക്കറ്റിൽ കോമൺ ആയിട്ട് എടുത്തത് കൊണ്ട് ഇവിടെ എന്ത് വരും? മൈനസേ വരത്തുള്ളൂ. x1 ഓഫ് 0 വിച്ച് ഇസ് ഈക്വൽ ടു v2 മൈനസ് v1 ഇൻറ്റു ടി. കണ്ട, ഇത്രയും വന്നു. ഇത് മനസ്സിലായോ? x1 t എഴുതി, x2 t എഴുതി ആൻഡ് വി സബ്സ്ട്രാക്ട് x2 t മൈനസ് x1 t ഇങ്ങനെ കിട്ടി. എന്നിട്ട് അതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്തു. റീഅറേഞ്ച് ചെയ്യുമ്പോൾ ഇവിടെ കണ്ടോ, ഇത് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദി സെക്കൻഡ് ഒബ്ജക്റ്റ് ആണ്. ദിസ് ഇസ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദി ഫസ്റ്റ് ഒബ്ജക്റ്റ്. So displacement of the second object minus displacement of the first object in time t is called the relative displacement. Difference alle compare cheya. So relative displacement in time t aanu keto. Displacement of the
second object with respect to the first object is v2 minus v1 into t. കണ്ടോ? സോ ഇവിടെ ഇനി ഞാൻ ഈ ടൈമിനെ ഇവിടെ കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്യുകയാണ്. സോ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്താ? വെലോസിറ്റി അല്ലേ? സോ വാട്ട് ഐ ഗെറ്റ് ഇസ് റിലേറ്റീവ് വെലോസിറ്റി ഓഫ് ദ സെക്കൻഡ് ഒബ്ജക്റ്റ് വിത്ത് റെസ്പെക്ട് ടു ദ ഫസ്റ്റ് ഒബ്ജക്റ്റ് is equal to v2 minus v1. കണ്ട? ഇത്രയും കിട്ടി. Relative velocity of the second object with respect to the first object is v2 minus v1. Okay അല്ലേ? Relative velocity of object 2 with respect to object 1 എന്ന് പറയുന്നത് v21 is equal to v2 minus v1. Okay അല്ലേ? കാരണം ഇവിടെ നമ്മൾ എഴുതുമ്പം തെറ്റ് വരരുത്. വെലോസിറ്റി ഓഫ് ദി സെക്കൻഡ് ഒബ്ജക്ട് വിത്ത് റെസ്പെക്ട് ടു ദ ഫസ്റ്റ് ആണ് v2 മൈനസ് v1. സിമിലർലി റിലേറ്റീവ് വെലോസിറ്റി ഒബ്ജക്ട് 1 വിത്ത് റെസ്പെക്ട് ടു ഒബ്ജക്ട് 2 ഈസ് v1 മൈനസ് v2 വിച്ച് ഇസ് ഈക്വൽ ടു ഓർ v12 ഇസ് ഈക്വൽ ടു v1 മൈനസ് v2. ഇത് തിരിഞ്ഞു പോകരുത് എഴുതുമ്പം കേട്ടോ. v21 എന്ന് പറയുന്നത് v2 മൈനസ് v1 ആൻഡ് v12 ഈസ് v1 മൈനസ് v2. ഓക്കെ, അപ്പം ഇതാണ് ശരിക്കും റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇത് മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇനി ഒരു പ്രോബ്ലം കൂടെ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടൂട്ടോ ഇതെന്താന്ന്. ഇനി നെക്സ്റ്റ് ഇത് കണ്ടു, ഇത് 3 ഗ്രാഫാണ് ഞാൻ വരച്ചേക്കുന്നത്. ഈ ഗ്രാഫിലെല്ലാം എക്സ് ആക്സിസിൽ ടൈമാണ്, വൈ ആക്സിസിൽ പൊസിഷൻ ആണ് മാർക്ക് ചെയ്തേക്കുന്നത്. അപ്പൊ ഇഫ് യു ആർ സീയിങ് എ ഗ്രാഫ് ലൈക്ക് ദിസ്, ഇതുപോലൊരു ഗ്രാഫാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദിസ് ഇസ് എ വെലോസിറ്റി ഓഫ് ദ ഫസ്റ്റ് ഒബ്ജക്ട്, ദിസ് ഇസ് എ വെലോസിറ്റി ഓഫ് ദ സെക്കൻഡ് ഒബ്ജക്ട് ആൻഡ് ബോത്ത് ദീസ് ലൈൻസ് ആർ പാരലൽ ആണെങ്കിൽ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് v1 is equal to v2 എന്ന് കൺക്ലൂഡ് ചെയ്യാം. കണ്ടോ? ഇതിന്റെ രണ്ടും വെലോസിറ്റി സെയിം ആണ്, അതുകൊണ്ടാണ് ഇതിങ്ങനെ പാരലൽ ആയിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഗ്രാഫ് കാണുമ്പം നിങ്ങൾ മനസ്സിലാക്കിക്കോണം, ഇഫ് v1 is equal to v2 then the position time graph of the object moves in a parallel manner. Okay, ഇനി നെക്സ്റ്റ് ഗ്രാഫ്, സെക്കൻഡ് ഗ്രാഫ് വരുമ്പോഴത്തേക്കും ഇവിടെ കണ്ടോ v1ന്റെ വെലോസിറ്റി ഇങ്ങനെ പോകും, v2ന്റെ ഇങ്ങനെ കുറച്ച് ഡൈവേർജ് ചെയ്താണ് പോകുന്നതെങ്കിൽ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് v2 is greater than v1. v2 കൂടുതലാണ്. ഈ ഗ്രാഫിൽ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാവുന്ന കാര്യം. ഇപ്പൊ ഈ ഒരു ടൈമിൽ നോക്കുമ്പം ഈ ഒരു ടൈമിൽ നമുക്ക് ഇവിടെ കിട്ടുന്ന ഒരു റേറ്റിലല്ല ഇവിടെ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നത്, ഡ്രാസ്റ്റിക് ചേഞ്ച് ആ വരുന്നത്. സോ v2 is greater than v1 എന്ന് വരും. ഓക്കെ, മനസ്സിലായോ? ഇനി നെക്സ്റ്റ് ഗ്രാഫ് നോക്കിക്കേ. ഈ ഒരു ഗ്രാഫിൽ നോക്കുമ്പം ഇവിടെ v1 ഇങ്ങനെ പോകുന്നുണ്ട്, പക്ഷെ v2 ഇങ്ങനെ വന്നിട്ട് പിന്നെ ദേ കണ്ടോ കുറഞ്ഞ് ഇവിടെ വന്ന് മീറ്റ് ചെയ്യുന്നു. കണ്ടോ? അപ്പൊ ഇങ്ങനെ ഒരു ക്രോസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ കൺക്ലൂഡ് ചെയ്തോണം ഹിയർ v2 is less than v1. Okay, velocity of the second object is less than velocity of the first object. അങ്ങനെ 3 ടൈപ്പ് ഓഫ് റിലേറ്റീവ് വെലോസിറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഗ്രാഫ് ആണിത്. ഇത് മനസ്സിലാക്കി വെച്ചോണം കേട്ടോ. ഇനി when the objects 1 and 2 moves in the same direction, ഞാൻ സെയിം ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന കാര്യമായിരുന്നു പറഞ്ഞിരുന്നത്. So when the object is moving in the same direction, then v21 is equal to v2 minus v1. But when the two object moves in opposite direction, അതായത് ഞാൻ ആദ്യം പറഞ്ഞ എക്സാമ്പിൾ, അങ്ങോട്ട് നമ്മൾ പോകുന്നു, തിരിച്ചിങ്ങോട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ v21 എന്ന് പറയുന്നത് v1 പ്ലസ് v2 ആയിരിക്കും. ഇനി v12 എഴുതിയാലും അതെന്തായിരിക്കും? v1 പ്ലസ് v2 ആയിരിക്കും. ആഡ് ചെയ്ത് വരും വെലോസിറ്റി. മറ്റേ കേസിലാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ നോക്കുന്ന അനുസരിച്ചിട്ടാണ് സബ്സ്ട്രാക്ട് ചെയ്ത് വരും. മനസ്സിലായോ? നമുക്കിനി ഒരു കുട്ടി പ്രോബ്ലം കൂടി ചെയ്യാട്ടോ. ഇത് നോക്കിക്കോ. എ കാർ ഈസ് മൂവിങ് 10 meters second raised to minus 1 on a straight road is ahead of a car B moving in the same direction at 6 meters second raised to minus 1. Find the velocity of A relative to B and vice versa. അതായത് ഇപ്പൊ ഇവിടെ ഒരു കാറ് മൂവ് ചെയ്യുന്നുണ്ട് അല്ലേ? ഏത് കാറാ മൂവ് ചെയ്യുന്നത്? എ എന്ന് പറയുന്ന ഒരു കാറ് മൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് കണ്ട ജീപ്പാണെന്ന് തോന്നുന്നു, ഇത് കാറാണ് കേട്ടോ. ഇത് എ എന്ന് പറയുന്ന കാറാണ്. ഈ കാറ് മൂവ് ചെയ്യുന്ന സ്പീഡ് 10 meters second raised to minus 1 ആണ്. ഓക്കെ, ahead of on a straight road is ahead of a car B moving in the same direction. ഓക്കെ, ഇനി വേറൊരു കാറ് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ
സ്പീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ഇത് കാറാണ് കേട്ടോ. ഓക്കെ, ഈ കാർ എന്ന് പറയുന്നത് അതിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് 6 മീറ്റർ സെക്കൻഡ് റേസ് ടു -1 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവർ ചോദിച്ചേക്കുന്നത് ഫൈൻഡ് ദ വെലോസിറ്റി ഓഫ് എ റിലേറ്റീവ് ടു ബി ആൻഡ് വൈസ് വേഴ്സ. റിലേറ്റീവ് വെലോസിറ്റി കാണാനാണ് ചോദിച്ചേക്കുന്നത്. സോ വി ക്യാൻ റൈറ്റ് വെലോസിറ്റി ഓഫ് കാർ എ, VA is equal to 10 meter second raised to -1 and VB is equal to 6 meter second raised to -1. Then find the velocity of A. Velocity of A relative to B is VA minus VB, which is equal to 10 minus 6, which is equal to 4 meter second raised to -1. And vice versa. Velocity of B with respect to A is VB minus VA, which is equal to 6 minus 10, which is equal to -4 meter second raised to -1. കണ്ടോ, ഈ രണ്ട് കേസിലും കിട്ടിയേക്കുന്നത് റിലേറ്റീവ് വെലോസിറ്റിയുടെ ഡിഫറൻസ് ഉണ്ട് അല്ലേ? ഓക്കെ, ഒന്ന് പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണ്, മറ്റേത് നെഗറ്റീവ് ക്വാണ്ടിറ്റി ആണ്. ഈ നെഗറ്റീവ് ക്വാണ്ടിറ്റിയുടെ അർത്ഥം ഇറ്റ് മീൻസ് ദാറ്റ് ദ കാർ ബി ലാഗ്സ് ബിഹൈൻഡ് കാർ എ എന്നാണ് അതിന്റെ അർത്ഥം. മനസ്സിലായോ? അപ്പം ഇവിടെ നമുക്ക് ചെയ്യാൻ എളുപ്പമാണ്, 10 - 6 കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണല്ലോ. പക്ഷെ ഇവിടെ തെറ്റിപ്പോകാനുള്ള സാധ്യത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ VAB എന്ന് പറയുന്നത് VA മൈനസ് VB ആണ്. അതുപോലെ VBA എന്ന് പറയുന്നത് VB മൈനസ് VA ആണ്. ഓക്കെ, so with this lecture we discusses about the relative velocity between two objects which is moving in the same direction and also moving in the opposite direction, and we discusses about 3 graphs where VA is equal to VB, first graph, second graph is VB is greater than VA, and the third graph is VB is less than VA, and then we have done one problem related to the topic. Hope you all understood my lecture. For more updates, keep an eye on my educational channel Lectures by Dr. Seena G. Thank you.